2003 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഏലിയൻ ഹണ്ടർ. ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ മഞ്ഞിനടിയിൽ ഉറഞ്ഞുകിടന്ന ഏലിയൻസിനെ കണ്ടെത്തുന്നതും അത് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. 1947 ഒരു രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ന്യൂ മെക്സിക്കോയിലെ ഒരു റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് എന്തോ ഒരു വിചിത്രമായ റേഡിയോ സിഗ്നൽ കേൾക്കാനിടയായി. അത് കേട്ട് അയാളുടെ പട്ടി നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി. പക്ഷെ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ സിഗ്നൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതെവിടെ നിന്നുമാണ് വരുന്നതെന്നും അറിയാൻ പറ്റുന്നില്ല. സംശയം തോന്നി അയാള് മറ്റൊരു റേഡിയോ സ്റ്റേഷനെ വിളിച്ചു നോക്കിയപ്പോൾ ആ സിഗ്നല് റോസ്വെൽ എന്ന സ്ഥലത്ത് നിന്നുമാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈ റേഡിയോ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്താണ് റോസ്വെൽ. അതുകൊണ്ട് അയാള് വേഗം റോസ്വെല്ലിലേക്ക് പോയി. അയാളുടെ നായയും കൂടെയുണ്ട്. റോസ്വെൽ എത്തിയതും കുറച്ചകലെ ഒരിടത്ത് നിന്നും പുക വരുന്നത് കണ്ടു. അങ്ങനെ അയാള് വണ്ടിയിൽ നിന്നിറങ്ങി ആ പുക കണ്ട സ്ഥലത്തേക്ക് പോയി. അവിടെ എന്തോ കത്തി നശിച്ചു കിടക്കുന്നത് കണ്ടു. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു വെള്ളപ്രകാശം വന്ന് അയാളെ പിടിച്ചെടുത്തു. 56 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. അന്റാർട്ടിക്കയിൽ നാസയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ റിസർച്ച് ബേസ് ഉണ്ട്. ഈ ബേസിലുള്ള ഗവേഷകര് ഒരു ദിവസം സാറ്റലൈറ്റിന്റെ സഹായത്തോടെ അന്റാർട്ടിക്കയിലെ മഞ്ഞിനടിയിൽ നിഗൂഢമായ ഒരു വസ്തു മറഞ്ഞു കിടപ്പുണ്ടെന്ന് കണ്ടെത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജൂലിയാൻ യുഎസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. അവൻ ബഹിരാകാശത്തിനെ കുറിച്ച് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം ജൂലിയാൻ പ്രിൻസിപ്പൽ ബാക്ക്മാനെ കാണാൻ പോയി. ബാക്ക്മാന് നാസയുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതിനാൽ അയാൾക്ക് അന്റാർട്ടിക്കയിലെ റിസർച്ച് ബേസിൽ നിന്നുമുള്ള ചില ഡീറ്റെയിൽസ് കിട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബേസിലുള്ളവര് മഞ്ഞിനടിയിൽ നിന്നും എന്തോ വലിയൊരു വസ്തു കണ്ടെത്തി. അത് നീലത്തിമിംഗലത്തിന്റെ ഫോസിൽ എങ്ങാനുമായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയത്. എന്നാൽ ആ വസ്തുവിൽ നിന്നും റേഡിയോ സിഗ്നൽസ് വരുന്നുണ്ട്. അതിനാൽ അത് സാങ്കേതികപരമായ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ആ റേഡിയോ സിഗ്നൽസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ ആ റേഡിയോ സിഗ്നൽസിനെ ഒരു CD-യിൽ റെക്കോർഡ് ചെയ്ത് ബാക്ക്മാൻ അയച്ചു കൊടുത്തിരിക്കുകയാണ്. ആ CD ബാക്ക്മാൻ ജൂലിയാന് നൽകി. എന്നിട്ട് എത്രയും വേഗം ഈ CD-യിലുള്ള സിഗ്നൽസ് പരിശോധിച്ച് നോക്കിയ ശേഷം അതിന്റെ ഒരു റിപ്പോർട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂലിയാൻ അത് കൊണ്ടുപോയി പരിശോധിക്കാൻ തുടങ്ങി. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവനൊരു കാര്യം മനസ്സിലായി. എന്താണെന്നാൽ ഈ റേഡിയോ സിഗ്നൽസ് വെറുതെ റാൻഡം ആയിട്ട് വരുന്നതല്ല. എന്ന് വെച്ചാൽ ഇത് സാങ്കേതികപരമായ എന്തിൽ നിന്നോ വരുന്നതാണെന്നത് ഉറപ്പാണ്. അത് മാത്രമല്ല, ഇത്രയും ശക്തമായ റേഡിയോ സിഗ്നൽസ് പുറപ്പെടുവിക്കാൻ മാത്രം ശക്തമായ ഒരു ടെക്നോളജിയും ഇന്നേ വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കുമെന്നോർത്ത് ജൂലിയന് ശരിക്കും അത്ഭുതം തോന്നി. അവൻ ഉടൻ തന്നെ ബാക്ക്മാനെ കാണാൻ പോയി. ഈ ഗവേഷണത്തിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്താൻ നാസയോട് പറയണമെന്ന് ജൂലിയാൻ ബാക്ക്മാന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ബാക്ക്മാന്റെ റെക്കമെൻഡേഷനിൽ അടുത്ത ദിവസം തന്നെ ജൂലിയാൻ അന്റാർട്ടിക്കയിലെ റിസർച്ച് ബേസിലെത്തി. ആ സമയം ബേസിന് സമീപം തീവ്രമായിട്ട് കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അത് കാരണം ജൂലിയാൻ വന്ന പ്ലെയിൻ മൊത്തത്തിൽ കുലുങ്ങാൻ തുടങ്ങി. പൈലറ്റിനാണെങ്കിൽ കൊടുങ്കാറ്റ് കാരണം ഒന്നും വ്യക്തമായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. അതിനാൽ ജൂലിയാന് പ്ലെയിൻ തകർന്നു വീഴുമെന്ന പേടിയുണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യത്തിന് ബേസിന് ചുറ്റും ധാരാളം ലൈറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്ലെയിന് സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റി. ജൂലിയാൻ ബേസിനകത്ത് കയറിയ ഉടനെ നൈല അവനെ പരിചയപ്പെടാൻ വന്നു. പിന്നെ അവള് തന്നെ അവനെ ബേസ് മൊത്തം ചുറ്റി നടന്ന് കാണിച്ചു കൊടുത്തു. അതിനിടയിൽ വില്യമിനെ പരിചയപ്പെട്ടു. വില്യമാണ് ഈ ബേസിലെ പ്രധാന സയന്റിസ്റ്റ്. ശേഷം ജൂലിയാനെ മെയിന്റനൻസ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഇവര് കുഴിച്ചെടുത്ത വസ്തുവിനെ വെച്ചിരിക്കുന്നത്. ആ വസ്തു ഇപ്പോഴും ഐസിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഫോഴ്സ് ചെയ്ത് മഞ്ഞുരുക്കി കളയാം. പക്ഷെ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഉള്ളിലുള്ള വസ്തുവിന് തകരാറ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഞ്ഞ് തനിയെ ഉരുകട്ടെന്ന് കരുതി അവരതിനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. മഞ്ഞിനകത്തിരിക്കുന്ന വസ്തു തീർച്ചയായും ഏലിയൻസിന്റെ എന്തെങ്കിലും ടെക്നോളജി ആയിരിക്കുമെന്നാണ് ജൂലിയനും വില്യവും കരുതുന്നത്. ജൂലിയാൻ കൗതുകത്തോടെ മഞ്ഞിനെ തൊട്ടു നോക്കിയതും അവന്റെ കൈകളിലൂടെ എന്തോ ഊർജം കടന്നുപോയി. ഉടനെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അപ്പോഴാണ് അവിടെ കേറ്റ് വന്നത്. വില്യം കഴിഞ്ഞാൽ പിന്നെ ഇവളാണ് ഇവിടുത്തെ പ്രധാന സയന്റിസ്റ്റ്. ജൂലിയൻ കേറ്റുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവള് യഥാർത്ഥത്തിൽ ജൂലിയന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാകും. ശേഷം അന്ന് രാത്രി ഉറങ്ങുന്നതിനിടയിൽ ജൂലിയൻ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു. ഐസിനുള്ളിൽ എന്തോ തിളങ്ങുന്നതായിട്ടാണ് അവൻ കണ്ടത്. അവന്റെ മുറിക്ക് പുറത്ത് എന്തോ ശബ്ദം കേട്ടിട്ട് സ്വപ്നത്തിൽ നിന്നും അവൻ ഉണർന്നു. എന്നാൽ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അവൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതിനിടയിൽ പിന്നിലൂടെ ആരോ വരുന്നുണ്ടെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കിയതും ഉടനെ അപ്രതീക്ഷിതമായിട്ട് അവൻ കുറെ ദർശനങ്ങൾ കണ്ടു. അന്യഗ്രഹ ജീവികളുടെയും ബഹിരാകാശത്തിന്റെയും ഒക്കെ ദർശനങ്ങളാണ് കണ്ടത്. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. സംഭവം ഇപ്പോഴാണ് അവൻ ശരിക്കും സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്.
അടുത്ത ദിവസം രാവിലെ നൈല ജൂലിയനെ കൊണ്ടുപോയി ബയോ ലാബ് കാണിച്ചു കൊടുത്തു. അവിടെ ഇവരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ചോളം ചെടികളാണ്. അതായത് സാധാരണ ചോളം ചെടികളെക്കാൾ പല മടങ്ങ് കൂടുതൽ ഉൽപാദന ശേഷിയുള്ള ചെടികൾ. ഹെൻറിയാണ് ഈ പരീക്ഷണത്തിന്റെ പ്രധാന സയന്റിസ്റ്റ്. കേറ്റ് ഹെൻറിയുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്നത് ജൂലിയൻ ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ ജൂലിയന് നല്ല രീതിയിൽ അസൂയ തോന്നി. ഈ സമയം വൈറ്റ് ഹൗസിൽ നാസയിലെ 2 ഒഫീഷ്യൽസ് ജൂലിയനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. എന്താണെന്നാൽ ജൂലിയൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആകുന്നതിന് മുന്നേ കുറെ വർഷങ്ങൾ അന്യഗ്രഹ ജീവികളുടെ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. നിർഭാഗ്യവശാൽ അവന് ഒരു തെളിവും കണ്ടെത്താൻ പറ്റിയില്ല. ഈ സമയം ഇവിടെ ബേസിൽ ജൂലിയൻ വസ്തുവിൽ നിന്നും വരുന്ന സിഗ്നൽസിനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ലൂക്കാസ് എന്ന മറ്റൊരു സയന്റിസ്റ്റും അവനെ സഹായിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് രണ്ടുപേരും കൂടെ ലഞ്ച് കഴിക്കാൻ പോയ സമയം ജൂലിയൻ ബേസിലുള്ള ബാക്കി എല്ലാവരെയും പരിചയപ്പെട്ടു. ലഞ്ച് കഴിക്കുന്നതിനിടയിൽ ജൂലിയൻ പണ്ട് ഏലിയൻസിനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കെയ്റ്റ് പറഞ്ഞു. അപ്പോൾ ഏലിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഇവൻ ഒരു മണ്ടൻ തന്നെന്ന് പറഞ്ഞ് ഹെൻറി ജൂലിയനെ കുറെ കളിയാക്കി. ജൂലിയന് നല്ല ദേഷ്യം വന്നെങ്കിലും തൽക്കാലം അവനൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് പുറത്ത് കൊടുങ്കാറ്റ് കൂടുതൽ തീവ്രമായി. അത് കാരണം സാറ്റലൈറ്റ് സിഗ്നൽസ് ഒന്നും കിട്ടുന്നില്ല. അതായത് ഇനി കൊടുങ്കാറ്റ് മാറാതെ ഇവർക്ക് പുറം ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കൊടുങ്കാറ്റ് വീശുമ്പോഴൊക്കെ സാധാരണ ഇവിടെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ശേഷം ജൂലിയൻ വസ്തുവിനെ പരിശോധിക്കാൻ പോയി. ഇപ്പോൾ പകുതിയിൽ കൂടുതൽ മഞ്ഞും ഉരുകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉള്ളിലെ വസ്തുവിൽ നിന്നും വരുന്ന സിഗ്നൽസ് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ജൂലിയനും ലൂക്കാസും ചേർന്ന് ആ സിഗ്നൽസിനെ വീണ്ടും ഡീകോഡ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതെന്തോ മെസ്സേജ് ആണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ആ മെസ്സേജ് എന്താണെന്നറിയാൻ സാധിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ ബേസ് മൊത്തത്തിൽ ശക്തമായിട്ട് കുലുങ്ങി. ജൂലിയൻ അത് കണ്ട് പേടിച്ചുപോയി. പക്ഷേ ഇത് അന്റാർട്ടിക്കയിലെ മഞ്ഞ കട്ടകൾ ചലിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഭൂമി കുലുക്കമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇതുപോലെ കുലുക്കം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്ന് നൈല പറഞ്ഞു. എന്നാൽ കുലുക്കത്തിന്റെ ശക്തിയിൽ ലാബിൽ കെട്ടിത്തൂക്കിയിരുന്ന വസ്തുവെന്ന് നിലത്ത് വീണു. എല്ലാവരും അത് ചെന്ന് പരിശോധിക്കാൻ പോയി. വീണതിന്റെ ആഘാതത്തിൽ മഞ്ഞൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ വസ്തുവിനെ വ്യക്തമായിട്ട് കാണാം. അത് ആസ്ട്രോയിഡ് പോലെ തോന്നിക്കുന്ന എന്തോ ഒരു വസ്തുവാണ്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. കൗതുകം തോന്നി നൈല അതിനെ തൊട്ടു നോക്കിയതും അവൾക്ക് ചെറുതായിട്ട് ഷോക്ക് അടിച്ചു. അഗ്നിപർവ്വത വിസ്ഫോടനത്തിലൂടെ ഉണ്ടായ പാറകൾക്ക് ചിലപ്പോൾ ഇതുപോലെ ഇലക്ട്രിക് ചാർജ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് തീർച്ചയായും വെറും ആസ്ട്രോയിഡ് തന്നെ ആയിരിക്കുമെന്നാണ് ഹെൻറി പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നും വരുന്ന സിഗ്നൽസ് ഏതാണ്ട് നമ്മുടെ വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സുകളിൽ നിന്നും വരുന്ന സിഗ്നൽസ് പോലെയാണ്. അതിനാൽ ഒരുപക്ഷെ ഇത് ഏതോ ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പിലുള്ള ബ്ലാക്ക് ബോക്സ് ആയിരിക്കുമെന്നാണ് ജൂലിയന്റെ നിഗമനം. ശേഷം എല്ലാവരെയും കൊണ്ട് ജൂലിയൻ അവന്റെ കമ്പ്യൂട്ടറിന്റെ പക്കൽ കൊണ്ടുപോയി. എന്നിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവന്റെ നിഗമനം വിവരിച്ചു കൊടുത്തു. സംഭവം ഈ വസ്തുവിൽ നിന്നും വരുന്ന സിഗ്നൽസ് വളരെ പവർഫുൾ ആണ്. ഏതാണ്ട് 30,000 പ്രകാശവർഷ ദൂരം വരെ ഈ സിഗ്നൽസിന് സഞ്ചരിക്കാൻ കഴിയും. ഇത്രയും ശക്തമായ സിഗ്നൽസ് ആസ്ട്രോയിഡുകൾക്ക് ഒരിക്കലും പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജികൾക്ക് പോലും അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും എന്തോ ഏലിയൻ ടെക്നോളജിയാണ്. ബ്ലാക്ക് ബോക്സുകൾക്കല്ലാതെ മറ്റൊന്നിനും ഇത്രയും ശക്തമായ സിഗ്നൽസ് പുറപ്പെടുവിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ ഇതൊരുപക്ഷെ പണ്ടൊരിക്കൽ ഇവിടെ വന്ന് ക്രാഷ് ലാൻഡ് ചെയ്ത ഏതോ ഏലിയൻ സ്പേസ്ഷിപ്പിന്റെ ബ്ലാക്ക് ബോക്സ് ആയിരിക്കും. ഇതാണ് ജൂലിയന്റെ തിയറി. ഇത് കേട്ടപ്പോൾ ഇതൊക്കെ വെറും മണ്ടൻ നിഗമനങ്ങളാണെന്ന് പറഞ്ഞ് ഹെൻറി ജൂലിയനെ കളിയാക്കി. എന്നാൽ ജൂലിയൻ പറയുന്നത് ശരിയായിരിക്കുമെന്നാണ് ബാക്കിയുള്ളവരുടെ അഭിപ്രായം. ശേഷം അവര് വീണ്ടും വസ്തുവിനെ പരിശോധിക്കാൻ പോയി. പ്രത്യക്ഷത്തിൽ വെറും പാറക്കല്ല് പോലെയാണത്. അതുകൊണ്ട് എന്തായാലും നമുക്കിതിനെ പൊട്ടിച്ച് നോക്കാമെന്ന് ഹെൻറി പറഞ്ഞു. ജൂലിയന്റെ തിയറി തെറ്റാണെന്ന് തെളിയിക്കണമെന്ന് കരുതിയിട്ടാണ് അവൻ എങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് മാരകമായ വല്ല ഏലിയൻ വൈറസ് എങ്ങാനും ഉണ്ടെങ്കിൽ ഇത് തുറക്കുന്നത് ഭയങ്കര മണ്ടത്തരമായി പോകുമെന്ന് കെയ്റ്റ് പറഞ്ഞു. എന്നാൽ ഈ ബേസ് മൊത്തം സീൽഡ് എൻവയോൺമെന്റ് ആണ്. അതായത് വസ്തുവിന്റെ ഉള്ളിൽ നിന്നും വൈറസ് പുറത്തു വന്നാലും അത് ഈ ബേസിനുള്ളിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് എല്ലാം സേഫ് ആയിരിക്കുമെന്ന് ഹെൻറി പറഞ്ഞു. അങ്ങനെ അവരതിനെ അടുത്ത ദിവസം പൊളിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. ഈ സമയം നാസയിലെ ഒഫീഷ്യൽസ് ബാഗ്മാനെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി. സംഭവം ബേസിലുള്ള വസ്തുവിനെ കുറിച്ച് നാസ ഇപ്പോൾ എന്തൊക്കെയോ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഒഫീഷ്യൽസ് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആ വസ്തു ഭയങ്കര ഡേഞ്ചറസ് ആയി എന്തോ ഏലിയൻ വസ്തുവാണെന്നും അത് ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പാടില്ലാത്തതാണെന്നും നമുക്ക് മനസ്സിലാകും. അത് ഒഫീഷ്യൽസ് പറഞ്ഞാൽ ഒരുപക്ഷെ ജൂലിയൻ വിശ്വസിക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ ബാഗ്മാനെ കൊണ്ട് പറയിച്ചാൽ തീർച്ചയായും ജൂലിയൻ അത് വിശ്വസിക്കുമെന്ന് ഒഫീഷ്യൽസിന് അറിയാം. അതിനു വേണ്ടിയിട്ടാണ് ബാഗ്മാനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ കൊടുങ്കാറ്റ് കാരണം ഇപ്പോൾ ബേസിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതലായിട്ട് റഷ്യയെ നാസ നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. റഷ്യയുടെ ഒരു മിലിറ്ററി സബ്മറൈൻ ഓൾറെഡി അന്റാർട്ടിക്കയിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മിസൈലുകൾ അയച്ച് ബേസിനെ മൊത്തം നശിപ്പിച്ച് കളയാനാണ് ആ സബ്മറൈൻ പോകുന്നത്. ഇവിടെ ബേസിൽ അടുത്ത ദിവസം രാവിലെ തന്നെ അവര് വസ്തുവിനെ ഓപ്പൺ ചെയ്യാനുള്ള പണി തുടങ്ങി. ഒരു മെഷീന്റെ സഹായത്തോടെ ആദ്യമേ തന്നെ അവര് വസ്തുവിന്റെ ഇലക്ട്രിക് ചാർജ് ഇല്ലാതാക്കി. എന്നിട്ട് അതിനെ മറ്റൊരു മെഷീൻ ഉപയോഗിച്ച് കീറി മുറിക്കാനുള്ള ശ്രമം തുടങ്ങി. വസ്തുവിന്റെ പുറംതോടിൽ നിന്നും മുറിച്ചെടുത്ത ചെറിയൊരു പീസ് പരിശോധിച്ച് നോക്കിയപ്പോൾ അതെന്തോ ഒരുതരം മെറ്റൽ അലോയ് ആണെന്ന് വില്യമിന് മനസ്സിലായി. അതായത് ഇത് ആസ്ട്രോയിഡ് അല്ല എന്നതും മറിച്ച് ഏലിയൻ ടെക്നോളജിയാണെന്നതും ഉറപ്പാണ്. ഈ സമയം ജൂലിയാനും നൈലയും ചേർന്ന് സിഗ്നൽസിനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റി. അത് കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി. കാരണം ആ വസ്തു തുറക്കാൻ പാടില്ല എന്ന മെസ്സേജാണ് അത് സിഗ്നൽസ് ആയിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ ഈ കാര്യം അറിയിക്കാൻ രണ്ടുപേരും വേഗം മെയിന്റനൻസ് റൂമിലേക്ക് ഓടി. പക്ഷെ അവരവിടെ എത്തിയപ്പോഴേക്കും അതിനെ തുറന്നു കഴിഞ്ഞിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്നും ശക്തമായ ഊർജ പ്രവാഹമുണ്ടായി. അതിന്റെ സമീപത്ത് നിന്ന ഒരാള് അപ്പോൾ തന്നെ ഭസ്മമായി പോയി. സെക്കൻഡുകൾക്കുള്ളിൽ വസ്തുവിൽ നിന്നും ചെറിയൊരു വിസ്ഫോടനവും സംഭവിച്ചു. ജൂലിയാൻ ഉൾപ്പെടെ എല്ലാവർക്കും ചെറിയ ചെറിയ പരിക്കുകൾ പറ്റി. ഭാഗ്യത്തിന് ഒരാളല്ലാതെ വേറെ ആരും കൊല്ലപ്പെട്ടില്ല. ശേഷം അവര് നോക്കിയപ്പോൾ വസ്തുവിന്റെ ഉള്ളിൽ ഓർഗാനിക് ആയിട്ടുള്ള കുറെ ഭാഗങ്ങൾ ഇരിക്കുന്നത് കണ്ടു. ടോണി അതിലൊരു ഭാഗത്തിനെ ഒരു കമ്പി കൊണ്ട് കുത്തി പൊട്ടിച്ചു നോക്കി. അപ്പോഴാണ് വസ്തുവിന്റെ ഉള്ളിൽ എന്താണെന്ന് ശരിക്കും കാണാൻ പറ്റിയത്. അത് യഥാർത്ഥത്തിൽ ഒരു ഏലിയനാണ്. അത് മരിച്ചു കിടക്കുകയാണോ അതോ ഉറങ്ങുകയാണോ എന്നറിയാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് നൈലയുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവള് മൊത്തം ഉരുകി മരിച്ചുപോയി. പിന്നാലെ വേറെയും 11 പേരും ഇതേ രീതിയിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ വസ്തുവിനുള്ളിൽ എന്തോ മാരകമായ വൈറസ് ഉണ്ടായിരുന്നുവെന്നും അതിപ്പോൾ പുറത്തുവന്ന് വായുവിലൂടെ പടരാൻ തുടങ്ങിയിരിക്കുകയാണെന്നും ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അതിനാൽ രക്ഷപ്പെട്ട ബാക്കി കുറച്ചുപേര് അവിടെ നിറങ്ങി മറ്റൊരു മുറിയിൽ ചെന്നിരുന്നു. സെക്യൂരിറ്റി ക്യാമറ വഴി അവർ ഏലിയനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടിട്ടും നമുക്ക് ഒന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്നോർത്ത് എല്ലാവരും ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ വില്യം ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നാൽ ചിലരുടെ ദേഹത്ത് പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. അതിനാൽ അവരുടെ ദേഹത്ത് വൈറസുകൾ ആക്ടിവേറ്റ് ആകാൻ കൂടുതൽ സമയമെടുക്കും. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ദേഹത്തും ഓൾറെഡി വൈറസ് കയറി കാണും. ഇനി പല മണിക്കൂറുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടായിരിക്കും അത് ആക്ടിവേറ്റ് ആകുന്നത്. ഇത് കേട്ട് എല്ലാവരും ആകെ പരിഭ്രാന്തരായി. ഇവരെങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഏലിയൻ ഉണർന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ക്യാമറയിൽ ഏലിയനെ കാണുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ അതിനെ തിരയാൻ വേണ്ടി വീണ്ടും മെയിന്റനൻസ് റൂമിൽ പോയി. ടോണിയുടെ പക്കൽ ഒരു തോക്കുണ്ട്. അതും കൊണ്ടാണ് അവൻ വന്നത്. ഓരോരുത്തരും ഓരോ വഴിയിലൂടെ നടന്ന് ഏലിയനെ തിരയുകയാണ്. മെയിന്റനൻസ് റൂമിൽ കറണ്ട് ഇല്ലാത്തതിനാൽ എല്ലാവരും ഫ്ലാഷ് ലൈറ്റ് അടിച്ചാണ് നടക്കുന്നത്. ഇടയ്ക്ക് ഏലിയൻ അതിന്റെ പച്ച കണ്ണുകൾ കൊണ്ട് ഇവരെയൊക്കെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് ഇരുട്ടത്തും കണ്ണ് കാണാൻ സാധിക്കും. കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവസാനം ജൂലിയാൻ ഏലിയനെ കണ്ടെത്തി. അത് പേടിച്ചിട്ട് ഒളിച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ജൂലിയാൻ അതിന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഫ്ലാഷ് ലൈറ്റിനെ തറയിലിട്ടു. അപ്പോൾ ഏലിയൻ വന്ന് ലൈറ്റിൽ തൊട്ടുനോക്കി. ഉടനെ ആ ലൈറ്റിന്റെ മുഴുവൻ ഊർജവും അത് വലിച്ചെടുത്തു. പിന്നെ അത് പതിയെ ജൂലിയന്റെ അടുത്ത് വന്നു. എന്നിട്ട് അതിന്റെ 2 കൈകളും ജൂലിയന്റെ തലയിൽ വെച്ചു. ഉടനെ ജൂലിയാൻ കുറെ ദർശനങ്ങൾ കണ്ടു. ഈ മഹാപ്രപഞ്ചത്തിലെ വിസ്മയാവഹമായ പ്രതിഭാസങ്ങളുടെ ദർശനങ്ങളാണ് അവൻ കണ്ടത്. ആ പ്രതിഭാസങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഈ ഏലിയൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ഏലിയൻസ് അത്രയേറെ അഡ്വാൻസ്ഡ് ആയവരാണ്. അങ്ങനെ ഏലിയൻസ് ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ടോണി അത് കണ്ടുകൊണ്ടുവന്നു. ഏലിയൻ ജൂലിയാനെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നാണ് ടോണി കരുതിയത്. അതിനാൽ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഉടൻ തന്നെ അവൻ ഏലിയനെ വെടിവെച്ചു. അപ്പോൾ ഏലിയന്റെ ദേഹത്തു നിന്നും വലിയൊരു ഊർജ പ്രവാഹമുണ്ടായി. ഊർജമെല്ലാം തീർന്നതും ഏലിയൻ മരിച്ചു വീഴുകയും ചെയ്തു. പിന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ ഏലിയന്റെ ശരീരം പൂർണ്ണമായും ഉരുകിപ്പോയി. അത് കണ്ട് എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു. ഏലിയൻ എന്നെ ആക്രമിച്ചതല്ലെന്നും അതെനിക്ക് പ്രപഞ്ചത്തിന്റെ ഒരുപാട് വിസ്മയങ്ങൾ കാണിച്ചു തന്നുവെന്നുമൊക്കെ ജൂലിയാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് വീണ്ടും കൂടുതൽ അത്ഭുതമായി. അതുപോലെ ഏലിയനെ കൊന്നതിൽ വിഷമവും തോന്നി. കുറച്ചു കഴിഞ്ഞ് പുറത്തെ കൊടുങ്കാറ്റ് അടങ്ങി. ഉടൻ തന്നെ വൈറ്റ് ഹൗസിൽ നിന്നും ഒഫീഷ്യൽസ് ബേസിനെ കോണ്ടാക്ട് ചെയ്തു. ബേസിൽ സംഭവിച്ചതൊക്കെ ജൂലിയൻ ഒഫീഷ്യൽസിനോട് പറഞ്ഞു. അപ്പോഴാണ് ബാറ്റ്മാൻ കാര്യങ്ങളൊക്കെ ജൂലിയന് പറഞ്ഞു കൊടുത്തത്. സംഭവം, ഈ ഏലിയൻസിന്റെ ദേഹത്ത് ഒരുതരം വൈറസ് ഉണ്ട്. അത് ഏലിയൻസിനെ ഒരു രീതിയിലും ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വൈറസ് ഉണ്ടെന്ന കാര്യം പോലും ഏലിയൻസിന് അറിയില്ലായിരുന്നു. ഇപ്പോൾ അന്റാർട്ടിക്കയിൽ നിന്നും കുഴിച്ചെടുത്ത ഈ വസ്തു യഥാർത്ഥത്തിൽ ഏലിയൻസിന്റെ ഒരു സ്പേസ്ഷിപ്പാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് അത് ഭൂമിയിൽ വന്ന് പതിച്ചത്. ഭാഗ്യത്തിനത് മഞ്ഞിനടിയിൽ കുടുങ്ങിപ്പോയത് കാരണം ഇതുവരെ ആ വൈറസിന് പുറത്തു കടക്കാൻ പറ്റിയില്ല.
മിസ്സായി പോയ ഈ ഏലിയൻ സ്പേസ്ഷിപ്പും തേടി പണ്ടൊരിക്കൽ വേറെയും ഏലിയൻസ് വന്നിരുന്നു. പക്ഷെ അന്ന് അവര് മാർസിലാണ് വന്ന് ലാൻഡ് ചെയ്തത്. അന്ന് മാർസിൽ നിറയെ ധാരാളം ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഏലിയൻസിൽ നിന്ന് മാർസിൽ മുഴുവൻ വൈറസ് പടർന്നു പിടിച്ചു. അങ്ങനെയാണ് മാർസിലെ സകല ജീവനും നശിച്ചു പോയത്. വെറും ഒറ്റ മാസം കൊണ്ടാണ് ഭൂമിയെ പോലെ ആയിരുന്ന മാർസ് ഇന്നത്തെ ഗതിയിലായി മാറിയത്. 56 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു ഏലിയൻ സ്പേസ്ഷിപ്പ് മെക്സിക്കോയിൽ വന്ന് പതിച്ചിരുന്നു. ആ സ്പേസ്ഷിപ്പിൽ നിന്നും കിട്ടിയ ഡീറ്റെയിൽസിലൂടെയാണ് നാസ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ഒരു കാരണവശാലും നിങ്ങൾ ബേസിന്റെ ഒരു വാതിലും തുറക്കരുതെന്നും ബാറ്റ്മാൻ ഓർമ്മപ്പെടുത്തി. അപ്പോൾ എപ്പോഴാണ് ഞങ്ങളെ രക്ഷിക്കാൻ റെസ്ക്യൂ ടീമിനെ അയക്കുന്നതെന്ന് ജൂലിയാൻ ചോദിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ സ്പേസ്ഷിപ്പ് തുറന്നതിനാൽ ആ വൈറസ് തീർച്ചയായും ബേസ് മുഴുവൻ പടർന്നു പിടിച്ചു കാണുമെന്ന് ഒഫീഷ്യൽസിന് അറിയാം. ഇനി ബേസിൽ നിന്നും അത് പുറത്തു കടന്നാൽ അടുത്ത മാസം ഭൂമിയുടെ അവസ്ഥയും മാർസിനെ പോലെ തന്നെ ആയിരിക്കും. അതുപോലെ ബേസിലുള്ളവരുടെ ദേഹത്തും ആ വൈറസ് കയറി കാണുമെന്നാണ് ഒഫീഷ്യൽസിന്റെ നിഗമനം. അതിനാൽ റഷ്യൻ സബ്മറൈനെ ഉപയോഗിച്ച് മിസൈലുകൾ അയച്ച് ബേസിനെ മൊത്തം നശിപ്പിക്കാനാണ് ഒഫീഷ്യൽസിന്റെ തീരുമാനം. ഇനിയും വെറും 3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സബ്മറൈൻ മിസൈലുകൾ അയക്കും. പക്ഷെ ഈ കാര്യം അവരോട് പറയാൻ പാടില്ലെന്നാണ് ഒഫീഷ്യൽസ് ബാറ്റ്മാന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ടിനോട് കള്ളം പറയാൻ ബാറ്റ്മാന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ 3 മണിക്കൂറിനുള്ളിൽ ഒരു സബ്മറൈൻ വരുമെന്ന് ബാറ്റ്മാൻ ജൂലിയാനോട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഒരു പ്രത്യേക ട്യൂണിലാണ് അയാൾ അത് പറഞ്ഞത്. അപ്പോൾ അതിന് മറ്റെന്തോ അർത്ഥമുണ്ടെന്ന് ജൂലിയാന് മനസ്സിലായി. ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ റെസ്ക്യൂ ടീം ഒരിക്കലും സബ്മറൈനിൽ വരാനുള്ള സാധ്യതയില്ലെന്ന് ജൂലിയാന് തോന്നി. അത് റഷ്യൻ സബ്മറൈൻ ആണെന്ന വസ്തുതയും കൂടെ പരിഗണിക്കുമ്പോൾ തീർച്ചയായും അത് ബേസിനെ നശിപ്പിക്കാൻ വരുന്നതായിരിക്കുമെന്ന് ജൂലിയാന് മനസ്സിലായി. അവനത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. അത് കേട്ടതും എല്ലാവരും ആകെ പരിഭ്രാന്തരായി. എന്നിരുന്നാലും ഒരുപക്ഷെ നമ്മുടെ ദേഹത്ത് വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ ലോകം മൊത്തം നശിക്കുമെന്നും അതിനാൽ ഒഫീഷ്യൽസ് ചിന്തിക്കുന്നത് ശരിയാണെന്നും കേറ്റ് പറഞ്ഞു. ബാക്കിയുള്ളവരും അത് ശരിവെച്ചു. പക്ഷേ വെറും സ്വാർത്ഥനായ ഹെൻറി മാത്രം മിസൈൽ അയക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂവെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കേറ്റ് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ വൈറസിന്റെ ഒരു രേഖയും കണ്ടില്ല. പക്ഷേ ചില വൈറസുകൾക്ക് പ്രോട്ടീനിന്റെ രൂപത്തിൽ കോശങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ ബ്ലഡ് ടെസ്റ്റ് സേഫ് ആണെന്ന് കാണിച്ചാലും നമ്മുടെ ദേഹത്ത് വൈറസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തു പോകാൻ പാടില്ലെന്നാണ് ജൂലിയാൻ പറയുന്നത്. ബാക്കിയുള്ളവരും അത് അംഗീകരിച്ചു. പക്ഷേ ഹെൻറി വീണ്ടും എതിരഭിപ്രായം പറഞ്ഞു. ഇത്തവണ ടോണിയും ഹെൻറിയുടെ കൂടെ നിന്നു. ബ്ലഡ് ടെസ്റ്റ് സേഫ് ആണെങ്കിൽ പിന്നെ നമ്മൾ പുറത്തു പോയാലും കുഴപ്പമില്ലെന്നാണ് ടോണി പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ തർക്കിക്കുന്നതിനിടയിൽ ഹെൻറി കേറ്റിനെ തെറി വിളിച്ചു. ദേഷ്യം വന്ന ജൂലിയാൻ ഹെൻറിയുടെ മൂക്കാം മണ്ടയിൽ ഒരൊറ്റ ഇടി കൊടുത്തു. അപ്പോഴാണ് ഹെൻറി അടങ്ങിയത്. ശേഷം ടോണിയുടെയിലിരുന്ന തോക്ക് പിടിച്ചു വാങ്ങി ജൂലിയാൻ അത് ലൂക്കാസിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇവരുടെ കണ്ണ് വെട്ടിച്ച് ടോണിയും ഹെൻറിയും പുറത്തു പോകാതിരിക്കാൻ ജൂലിയാനും കേറ്റും കൂടെ ചെന്ന് വാതിലുകളൊക്കെ ലോക്ക് ചെയ്യാൻ പോയി. ഈ സമയം റഷ്യൻ സബ്മറൈൻ ബേസിന് സമീപമെത്തി. അവര് മിസൈലുകൾ റെഡിയാക്കുകയാണ്. ഇവിടെ ബേസിൽ ജൂലിയാനും കേറ്റും വാതിലുകൾ ലോക്ക് ചെയ്യാൻ പോയ തക്കത്തിൽ തോക്ക് കൈക്കലാക്കാൻ വേണ്ടി ടോണിയും ഹെൻറിയും കൂടെ ലൂക്കാസിനെ ആക്രമിച്ചു. അതിനിടയിൽ തോക്കിൽ നിന്നും പലതവണ വെടിപൊട്ടി. ഒരു വെടി വില്യമിന്റെ കയ്യിലാണ് കൊണ്ടത്. അവസാനം തോക്കും കൈക്കലാക്കി രണ്ടുപേരും കൂടെ അവിടെ നോടി രക്ഷപ്പെടാൻ നോക്കി. അപ്പോഴാണ് വെടിയൊച്ച കേട്ട് കേറ്റും ജൂലിയാനും അവിടെ എത്തിയത്. ഉടനെ ഹെൻറി കേറ്റിനെയും വെടിവെച്ചു. ഭാഗ്യത്തിന് അവളുടെ ഷോൾഡറിലാണ് വെടികൊണ്ടത്. വാതിലുകൾ ലോക്ക് ചെയ്തതിനാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ജൂലിയാൻ പറഞ്ഞു. പക്ഷേ ബയോ ലാബിൽ ഒരു സീക്രട്ട് വഴിയുണ്ടെന്നും അതിലൂടെയാണ് അവർ രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുന്നതെന്നും വില്യം പറഞ്ഞു. അങ്ങനെ ജൂലിയാൻ അവരെ പിടിക്കാൻ പോയി. മറ്റു രണ്ടുപേരും വയലിലൂടെ ഓടുന്നതിനിടയിൽ ചോളം ചെടികളൊക്കെ നശിച്ചു പോകുന്നത് ടോണി ശ്രദ്ധിച്ചു. അപ്പോൾ ജൂലിയൻ പറഞ്ഞതുപോലെ ഇവരുടെ ദേഹത്തും വൈറസ് ഉണ്ടെന്ന് ടോണിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ പുറത്തു കടക്കാൻ പാടില്ലെന്ന് ടോണി പറഞ്ഞു. എന്നാൽ ഹെൻറിക്ക് അത് കേട്ടതും ദേഷ്യം വന്നു. അവൻ ടോണിക്ക് നേർക്ക് തോക്ക് ചൂണ്ടി. പിന്നെ അവര് രണ്ടുപേരും കൂടെ ഫൈറ്റ് ആയി. കുറച്ചു നേരത്തെ ഫൈറ്റിനൊടുവിൽ ഹെൻറി ടോണിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് വീണ്ടും ഓടി. അപ്പോഴേക്കും ജൂലിയാനും അവിടെ എത്തി. ഹെൻറി ഓടുന്ന വഴിയിലുള്ള എല്ലാ ചെടികളും വളരെ വേഗം നശിക്കുന്നത് നമുക്ക് കാണാം. അവസാനം രഹസ്യ വഴിയിലൂടെ കയറി ഹെൻറി ഒരു വാതില് തുറന്ന് പുറത്തു കടന്നു. എന്നാൽ പുറത്ത് അവരെയും കാത്ത് ഒരു സ്പേസ്ഷിപ്പ് നിൽപ്പുണ്ടായിരുന്നു. വൈറസ് വ്യാപിക്കാതിരിക്കാൻ സ്പേസ്ഷിപ്പ് പെട്ടെന്ന് ബേസിന് ചുറ്റും ഒരു അദൃശ്യമായ കവചമുണ്ടാക്കി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി മനസ്സിലാക്കിയിട്ടാണ് ഏലിയൻസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ആദ്യമേ തന്നെ ഏലിയൻസ് ഇടിമിന്നലുകൾ ഉപയോഗിച്ച് ഹെൻറിയെ കൊന്നുകളഞ്ഞു. അവന്റെ ശരീരം ഒരു തരി പോലും ഇല്ലാതെ ഭസ്മമായി പോയി.
പിന്നെ സ്പേസ്ഷിപ്പ് ജൂലിയന് കുറെ വിഷൻസ് കാണിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ബേസിലുള്ളവരെ രക്ഷിക്കാനാണ് സ്പേസ്ഷിപ്പ് വന്നിരിക്കുന്നതെന്ന കാര്യം അപ്പോഴാണ് ജൂലിയന് മനസ്സിലായത്. അത് മനസ്സിലായതും അവൻ വേഗം തിരിച്ചു ചെന്ന് ബാക്കിയുള്ളവരെയും കൂടെ പുറത്തു കൊണ്ടുവന്നു. പുറത്ത് സ്പേസ്ഷിപ്പ് കണ്ടപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഭയന്നു. എന്നാൽ സ്പേസ്ഷിപ്പിൽ നിന്നും 2 ഏലിയൻസ് പുറത്തു വന്നു. എന്നിട്ട് വേഗം നമ്മുടെ പക്കലേക്ക് വരാൻ പറഞ്ഞ് ആംഗ്യം കാണിച്ചു. അപ്പോൾ ഏലിയൻസ് നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. അങ്ങനെ എല്ലാവരും സ്പേസ്ഷിപ്പിനടിയിൽ ചെന്ന് നിന്നു. ഉടനെ സ്പേസ്ഷിപ്പ് എല്ലാവരെയും വലിച്ചെടുത്ത് ഉള്ളിലാക്കി. എന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് പറന്നുപോയി. സ്പേസ്ഷിപ്പ് പോയതും ബേസിൽ സബ്മറൈൻ അയച്ച മിസൈലുകൾ വന്ന് പതിച്ചു. അങ്ങനെ ജസ്റ്റ് മിസ്സിനാണ് അവരെ രക്ഷപ്പെട്ടത്. ദേഹത്ത് വൈറസ് ഉള്ളതിനാൽ ഇനി ഇവര് ഭൂമിയിൽ നിൽക്കുന്നത് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഏലിയൻസ് അവരെയും കൊണ്ട് അവരുടെ ഗ്രഹത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഭൂമിയിൽ നിന്നും അകലുന്ന സ്പേസ്ഷിപ്പിന്റെ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.